നെടുങ്കണ്ടത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമാഹരിച്ച് ജനപ്രതിനിധികൾക്കും അധികാര കേന്ദ്രങ്ങൾക്കും സമർപ്പിച്ചതായി നെടുങ്കണ്ടം വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. 2025 മുതൽ 2035 വരെയുള്ള കാലയളവിൽ പൂർത്തീകരിക്കേണ്ടതും പുതിയ പദ്ധതികളും ഉൾപ്പെടെ 34 നിർദ്ദേശങ്ങളാണ് വികസന സമിതി തയ്യാറാക്കിയത്. നെടുങ്കണ്ടത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട 34 പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമാഹരിച്ച് ജനപ്രതിനിധികൾക്കും അധികാര കേന്ദ്രങ്ങൾക്കും സമർപ്പിച്ചതായി നെടുങ്കണ്ടം വികസന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെടുങ്കണ്ടത്തെ എല്ലാ തന്നെ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം പങ്കെടുത്തുകൊണ്ട് നെടുങ്കണ്ടത്തിന് ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ വേണമെന്നുള്ളതാണ് ആ സെമിനാറിലുടർന്ന് വന്ന പൊതു നിർദ്ദേശം. 2025 ആരംഭിച്ച് 2035 സമാപിക്കത്തക്ക നിലയിൽ 10 വർഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ടൗണിനോട് ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉയർന്നുകൊണ്ടുണ്ട്. അത് ഞങ്ങൾ ക്രോഡീകരിച്ച് ഒരു 34 ആവശ്യങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. 2025 മുതൽ 2035 വരെയുള്ള കാലയളവിൽ പൂർത്തീകരിക്കേണ്ടതും പുതിയ പദ്ധതികളുമാണ് നിർദ്ദേശങ്ങളിലുള്ളത്. ജില്ലാ ആശുപത്രിയുടെ പണികൾ മന്ദഗതിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. എത്രയും വേഗം കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണം. പടിഞ്ഞാറേക്കവല KSRTC സ്റ്റാൻഡ് വഴി ചക്കക്കാനം കല്ലാർ വരെയുള്ള റോഡ് ബൈപ്പാസായി മാറ്റാൻ PWD ഏറ്റെടുക്കണം. ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലയിലെ ചെറുതും വലുതുമായ ഡെസ്റ്റിനേഷൻ സെന്ററുകൾ ഏകോപിപ്പിച്ച് സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. സിന്തറ്റിക് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള 95 സെന്റ് സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ മൾട്ടിപർപ്പസ് സ്പോർട്സ് കോംപ്ലക്സ്, മിനി സ്റ്റേഡിയം ഹാൾ എന്നിവ നിർമ്മിക്കണം. നെടുങ്കണ്ടത്ത് 1500 പേർക്കെങ്കിലും ഇരിക്കാൻ സാധിക്കുന്ന ടൗൺ ഹാൾ നിർമ്മിക്കുക. ടൗണിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന മൃഗാശുപത്രി വക സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകുക. കോടതി സമുച്ചയം, സ്പോർട്സ് ഹോസ്റ്റൽ, ഫയർ സ്റ്റേഷൻ, KSRTC ഡിപ്പോ, NCC ഓഫീസ്, IHRD കോളേജ് തുടങ്ങിയവയുടെ നിർമ്മാണം ആരംഭിക്കുക. ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുക. ടൗണിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇപ്പോൾ നെടുങ്കണ്ടത്തുണ്ടായിരിക്കുന്ന വികസനങ്ങൾ മുമ്പ് വികസന സമിതി നൽകിയ നിർദ്ദേശങ്ങളുടെ ഫലമാണെന്ന് വികസന സമിതി പ്രസിഡന്റ് M. സുകുമാരൻ, സെക്രട്ടറി ജെയിംസ് കത്തിലാങ്കൽ, PG രവീന്ദ്രനാഥ്, ജോസ് പൊട്ടംപ്ലാക്കൽ, MS മഹേശ്വരൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.